പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ തമ്മിലടിക്ക് വഴിവെക്കുന്ന വിധത്തിലാണ് നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായത്. ഇതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. KPCC അധ്യക്ഷനെ അനാരോഗ്യത്തിൻ്റെയും പ്രായത്തിൻ്റെയും പേര് പറഞ്ഞ് മാറ്റാൻ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നേതൃത്വം ആർക്കെന്ന തർക്കം ഭാവിയിൽ ഉടലെടുക്കുമെന്നത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റാൻ നിഴൽ യുദ്ധവുമായി ഒരു കൂട്ടർ രംഗത്ത് വന്നത്. ഇതിന് പിന്നിൽ പാലക്കാട്ടെ വിജയത്തിൽ അമിത ആത്മവിശ്വാസത്തിലായ യുവ നേതാക്കളുമുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് പകരം രൂപം കൊണ്ട പുതുച്ചേരിയാണ് നേതൃമാറ്റത്തിന് വേണ്ടി വാദിച്ചത്. അത്തരം വാർത്തകൾ തുടർച്ചയായി വരുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അത്തരം ചർച്ചകൾ ഇല്ലെന്ന് പറഞ്ഞ് കൂടുതൽ വിഷയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തില്ല. ഇതോടെ സതീശനും മൗനസമ്മതമെന്ന വിധത്തിൽ വ്യാഖ്യാനങ്ങളുണ്ടായി. പണം ഞങ്ങൾ തരും. എന്നാൽ ഇതോടെ സംഭവിച്ചത് സംസ്ഥാന കോൺഗ്രസിൽ അതൃപ്തരായവരുടെ നേതൃത്വത്തിൽ VD സതീശൻ വിരുദ്ധചേരി ശക്തി പ്രാപിക്കുകയാണ്. ഇത് ഫലത്തിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷീണമായി മാറി. KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിഷേധിച്ചു. ജയിച്ചു കിട്ടിയാലുടൻ തല്ലു തുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യപ്പെടുത്തി ചാണ്ടി ഉമ്മൻ MLA പരസ്യമായി വിവാദത്തിന് തിരികൊളുത്തിയത്. KPCC പ്രസിഡന്റ് സുധാകരനെ പഴിക്കേണ്ടെന്ന് കൂടി കൂട്ടിച്ചേർത്തതോടെ കാര്യങ്ങൾക്ക് വ്യക്തത കൈവന്നു. ഇതോടെ രണ്ട് ചേരി രൂപം കൊള്ളുന്നു എന്ന് അണികൾക്കും തോന്നിത്തുടങ്ങി. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു. പിന്നാലെ മുരളീധരനും സുധാകരനെ പിന്തുണച്ച് രംഗത്ത് വന്നു. നേതൃത്വ മാറ്റമുണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറേണ്ടെന്നാണ് ഇവരുടെ അഭിപ്രായം. വിജയിച്ച ഘട്ടത്തിൽ സുധാകരൻ മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്നതാണ് ചെന്നിത്തലയും തരൂരും മുരളീധരനും അടക്കമുള്ളവരുടെ അഭിപ്രായം. അതേസമയം കോൺഗ്രസിൽ ഉയർന്നുവരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടുന്ന പുതുനിരയുമായി ചാണ്ടി ഉമ്മനുള്ള അകൽച്ചയുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളും. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമി താനാണെന്ന് സ്ഥാപിക്കാനാണ് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന കോൺഗ്രസ് പുനഃസംഘടനയും അനൗപചാരിക ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. സംഘടനാ ദൗർബല്യം പരിഹരിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് അടുത്ത ലക്ഷ്യമെന്ന പ്രഖ്യാപനം പുനഃസംഘടനാ നീക്കം ബലപ്പെടുത്തി. അനാരോഗ്യം മൂലം സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടയ്ക്ക് നീക്കം നടന്നതിനാൽ ചർച്ച പോയത് ആ ദിശയിൽ. എന്നാൽ താൻ മാറുന്നില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ വേണമെങ്കിൽ പുനഃസംഘടന 10 മിനിറ്റ് കൊണ്ട് നടത്താമെന്നും വ്യക്തമാക്കി. സുധാകരന്റെ നിലപാട് വ്യക്തമാണ്. മറിച്ച് അപമാനിച്ച് ഇറക്കിവിടാനാണ് ഭാവമെങ്കിൽ സുധാകരൻ എങ്ങനെ പെരുമാറുമെന്ന് ഭയവും നേതൃത്വത്തിനുണ്ട്. ലോക്സഭ, നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഘട്ടത്തിൽ KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ലെന്ന് ഒരു വിഭാഗം താൽപ്പര്യപ്പെടുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവാണ് എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചതെന്നും അദ്ദേഹത്തോട് ഒരുമയോടെ മുന്നോട്ടു പോകുന്ന ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. ഇത് സതീശൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള അവസരം നൽകലാകും. ആ ഒറ്റയ്ക്ക് വഴിവെട്ടൽ വേണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന് കൂട്ടായ നേതൃത്വമാണെന്നും അവർ സൂചിപ്പിക്കുന്നു. KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ മാറ്റവും പുനഃസംഘടനയ്ക്കൊപ്പം നടക്കേണ്ടതാണ്. KPCC പ്രസിഡന്റിനെ മാറ്റണോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് വ്യക്തത വരുത്തേണ്ടതെന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മാറ്റാനാണ് തീരുമാനമെങ്കിൽ അതുടനെ വേണം. തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നത് വിഭാഗീയത കനപ്പിക്കും. പ്രസിഡന്റിനെ മാറ്റുന്നില്ലെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി ആ വഴിക്കുള്ള ചർച്ച ഒഴിവാക്കണം. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.